Hello, welcome to Illusions. ബോയ്പൂർ എന്നാണ് ശാന്തിനികേതൻ്റെ ഈ ഏരിയയ്ക്ക് പറയുന്നത്. ഷില്ലോങ്ങിൽ നിന്ന് കൽക്കത്തയിലേക്ക് ഫ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ ശാന്തിനികേതനിലേക്ക് ഒരു യാത്രയാണ്. ഈ ഫ്ലൈറ്റ് ആക്ച്വലി ഷില്ലോങ്ങിൽ നിന്ന് നേരിട്ട് കൽക്കത്തയ്ക്കുള്ളത് കിട്ടിയില്ല. അത് ഡിബ്രൂഗർ ആസാമിലെ ഡിബ്രൂഗർ എന്ന് പറഞ്ഞ അവിടെ ചെന്ന് മാറിക്കയറിയിട്ടാണ് കൽക്കത്തയിലേക്ക് പോകുന്നത്. ട്രെയിനിൽ 2-2.5 മണിക്കൂർ വേണം, ഡിപ്പെൻസ് അപ്പോൺ ദ ട്രെയിൻ. അങ്ങനെയാണ് ടാഗോറിൻ്റെ സ്ഥലമായ ശാന്തിനികേതനിൽ നമ്മളെത്തുന്നത്. ഇത് ശാന്തിനികേതൻ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ട്രെയിനിൽ നമുക്ക് ഒരു പ്രധാനമായിട്ടും കഴിക്കാനായിട്ട് ലഭിക്കുന്നത് ഒരു മോരി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എന്താണ് പൊരി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പൊരിയുടെ കൂടെ കുറച്ച് ഉള്ളിയും റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമിൻ്റെ ഭാഗത്തൊക്കെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉള്ളതായിട്ട് കാണാം. ഡ്രോയിങ്സ്, പിന്നെ മറ്റു തരത്തിലുള്ള ആർട്ട് വർക്ക്. പ്രധാനമായിട്ടുള്ളതാണ് ഈ ടോട്ടോ എന്ന് വിളിക്കുന്ന ഈ റിക്ഷ. പല നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും ടുക് ടുക് എന്നും ടോം ടോം എന്നും ഒക്കെ വിളിക്കും ഇതിന്. ശാന്തിനികേതൻ ട്രസ്റ്റിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ 1888 വിശ്വഭാരതി ഈസ് ദ permissive possessor of this land. ഈ യൂണിവേഴ്സിറ്റിയുടെയാണ് ഈ ലാൻഡ് എന്നുള്ളത്. അതിൻ്റെ ഓർഡറിൻ്റെ ഒരു കോപ്പിയാണ്. നോക്കിയാൽ ഇവിടെ ആ സൈഡിലെ റോഡിലൂടെ പോയിട്ടാണ് മ്യൂസിയങ്ങളിലേക്ക് ഓപ്പോസിറ്റിൽ ഡയറക്ഷൻസ് കാണിക്കുന്ന കാണാൻ വന്ന ഇളനീരൊക്കെ മുറിക്കുന്ന ആൾക്കാരുടെ അവിടെ നിന്നുള്ള ആ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ ഈ മ്യൂസിയത്തിലേക്കൊക്കെ പോകുന്നത്. ഞാൻ കുറേ അങ്ങോട്ടൊരു 3-4 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ചായയുടെയൊക്കെ കടകളും മറ്റ് ഷോപ്സൊക്കെ അവിടെ ഉണ്ട്. ചെറിയ സൈക്കിൾ റിക്ഷയിലത്തെ ഷോപ്സാണ്. ഇതാണ് വിശ്വഭാരതിയുടെ സെൻട്രൽ ലൈബ്രറി. ഇപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെയൊക്കെ അവിടെ നിന്ന് വീണ്ടും പ്രൊസീഡ് ചെയ്യുമ്പോൾ കാണുന്ന സെൻട്രൽ ലൈബ്രറിയുടെ ഗേറ്റാണ്. ഇതാണ് ശാന്തിനികേതനത്തെ വ്യവസ്ഥാപിത ചായയുടെ രീതി. Doi rabdi. കോംപ്ലക്സിലാണ്. ചെറിയ ഷോപ്സാണ് ഇങ്ങനെയുള്ള പല വസ്തുവകകളുള്ളത്. ഇത് ആ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇപ്പോൾ കണ്ട മ്യൂസിയത്തിൻ്റെയൊക്കെ ഏരിയ വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പല ബിൽഡിങ്ങുകളും ഉള്ളത്. സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻറ്റർ, basement cell, everything.
വിശ്വഭാരതിയുടെ ഗേറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഉള്ളിലേക്ക് വന്ന ആദ്യം കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗാണ്. വിശ്വഭാരതി ക്യാമ്പസിൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പ് ഇവിടെ കാണാം. ഉത്തരായൻ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണിത്. ഒരു യുനെസ്കോ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഇതിലുള്ളതുമാണ്. ടാഗോറിൻ്റെ ജീവചരിത്രം പിന്നെ മറ്റു പ്രധാന കാലഘട്ടത്തെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അതിനകത്ത് ക്യാമറ അനുവദനീയമല്ല. രവീന്ദ്രഭവന എന്നാണ് അതിനെ പറയുന്നത്. 100 രൂപയാണ് ടിക്കറ്റിന്. ഇൻഡോർ മ്യൂസിയത്തിന് ശേഷം പിന്നെ അതിന് പുറത്തും കുറച്ച് കാണാനുണ്ട്. അപ്പോൾ ഈ സ്കൾപ്ചർ കാണുന്നത് ഒരു മലയാളിയായിട്ടുള്ള KS രാധാകൃഷ്ണൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ കോമ്പൗണ്ട് ലൈന് അപ്പുറത്ത് തന്നെയായിട്ട് സന്താളി ഫാമിലിയുടെ ഒരു സ്കൾപ്ചർ കാണാം. ഇത് കല്ലിൻ്റെയാണ്, മറ്റേതുപോലെ ബ്രോൺസിൻ്റെ അല്ല. രാമക്കാർ ബൈജ് എന്നൊരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ളതാണത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ടാഗോറിൻ്റെ 2-3 മറ്റു കെട്ടിടങ്ങളാണ് അദ്ദേഹം എഴുതാനും മറ്റുമൊക്കെ പലപ്പോഴായി ഉണ്ടാക്കിയിട്ടുള്ള ഹൗസസാണ്. ടാഗോർ തന്നെ കൺസീവ് ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള പലതരം വീടുകളാണ്. ഇതിൽ പല മുറികളുണ്ട് എന്നുള്ളതാണ്. സാധാരണ കുറച്ചുകൂടി ചെറിയ വീടുകളാണ് മറ്റതൊക്കെ. ഉദ്യാൻ ഉദയൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഉള്ളിലേക്ക് അധികം അനുമതിയില്ല. Car used by Rabindranath Tagore. രവീന്ദ്രനാഥ ടാഗോർ ഉപയോഗിച്ചിരുന്ന കാറാണ്. ഒരു പ്രത്യേക ബ്രോൺസ് സ്കൾപ്ചർ ഇവിടെയും കാണുന്നുണ്ട്. ഒരു വാഴയുടെ ഇടയിലൊക്കെയാണ് നിൽക്കുന്നത്. ഡീറ്റെയിൽസ് എഴുതിക്കാണുന്നില്ല. ഇവിടുത്തെ കിണർ. Konarka constructed in 1919. Konarka was initially a thatched mud house named Uttarayana. By 1922, it was modified and renamed as Konarka by Rabindranath. Rabindranath experimented extensively with the structure of this house as well as its furniture. അപ്പോൾ വീടുകൾ പണിയുന്നതും ടാഗോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ ഒരു വിഷയം തന്നെയായിരുന്നു കാണാം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു മറ്റൊരു ക്ലേ ഹൗസ് പ്രത്യേകം ഇവിടെ കാണാം. ഡിസൈൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൊത്തത്തിൽ. ഈ വീടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ശ്യാമലി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. Shyamali, the mud house Shyamali was designed by the architect Surendranath Kar and constructed by a local craftsman Gaur Mondal with the help of Santhal workers.
Nandalal Bose and artists from Kalabhavana adorned the walls of the house with paintings. കലാഭവന എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ആർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഹൗസ് വിത്ത് പെയിൻറ്റിങ്സൊക്കെ അവരാണ് ചെയ്തിട്ടുള്ളത്. ദ റിലീഫ് വർക്ക്സ് ഓഫ് സന്താൽ മെൻ ആൻഡ് വുമൻ ഓൺ ദ 2 sides. നേരത്തെ കണ്ട ആ ചിത്രം സന്താൾ എന്ന് പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലത്തെ സ്ത്രീകളുടെയും പുരുഷൻ്റെയാണ് ആ എൻട്രൻസിൽ കാണിക്കുന്നത്. On his 74th birthday in 7th May 1935, Rabindranath Tagore inaugurated house and dedicated a poem to Shyamali. The house was actually entrance made by the east wall and the entrance were made by Ram Kinar Baij. ഇതിനപ്പുറത്ത് നല്ല മുല്ലപ്പൂ നിൽക്കുന്നുണ്ട്. റീഓപ്പണിങ് അവിടെ കേടുവന്നതിന് ശേഷം വീണ്ടും നന്നാക്കിയിട്ട് റീഓപ്പണിങ് ഓഫ് ശ്യാമലി ആൻഡ് എക്സ്പെരിമെൻ്റൽ മഡ് ഹൗസ് ഫോർ രവീന്ദ്രനാഥ് ടാഗോർ ബൈ ദ ചീഫ് ഗസ്റ്റ് ശ്രീ M. വെങ്കട്ട നായിഡു, ഓണറബിൾ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. 2019 അത് വീണ്ടും ഇതാക്കിയെന്നാണ് പറയുന്നത്. അതിൽ എൻട്രൻസിലത്തെ ആ സന്താളി വുമൻ്റെയും മാനിൻ്റെയും ചിത്രം ഒന്നുകൂടി നോക്കാം. കാർവിങ്സ് ഒന്നുകൂടി നോക്കാം. വുമൺ ഇത് മാൻ. ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. ശേഷം ക്ലേ ഹൗസിന് ശേഷം വീണ്ടും ഉള്ള അടുത്തൊരു വീടാണ് പുനശ്ച. ഇത് ചെറിയൊരു കെട്ടിടം തന്നെ. ഇതിൻ്റെയൊന്നും അകത്തേക്കുള്ള എൻട്രി ഇല്ലേ, ഇപ്പോൾ പുറത്തുനിന്ന് കാണാമെന്നുള്ളതാണ്. പുനശ്ച വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 1936. സുരേന്ദ്രനാഥ് കാർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു ലാർജ് റൂം പോലെയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്, സറൗണ്ടഡ് ബൈ വരാന്ത. ലേറ്റർ ദ വരാന്ദസ് വെർ കവേർഡ് ആൻഡ് അനദർ റൂം വാസ് ആഡഡ് ടു ദ സൗത്ത് വെസ്റ്റ്. അങ്ങനെയുള്ളൊരു ചെറിയ ബിൽഡിങ്ങാണ് ഇത്. ഇതിനോടടുത്ത് തന്നെ മറ്റൊരു ചെറിയ ബിൽഡിങ്. അതിൻ്റെ പേര് ഉദിച്ചി. Udichi was the last house constructed for Rabindranath Tagore in 1939. Rabindranath initially named this house Senjuti but later changed it to Udichi. The 2 floors comprises 1 room each. Initially a single room had been constructed on 4 pillars from which Tagore desired to see the open sky. ഇത്രയും ഹൗസസാണ് ടാഗോറിൻ്റെ ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത്. അത് ഒരു ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോമ്പൗണ്ടിൽ നമുക്കിതൊക്കെ കാണാം. ഈ 5ാമത്തെ വീടും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നവിടുത്ത് ഒരു വള്ളിക്കുടിൽ പോലൊരു സംഭവമുണ്ട്. ആൾക്കാർക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഈ വള്ളിക്കുടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എൻട്രൻസ് ആയിട്ടാണ്. അതേമാതിരി അതിനകത്ത് ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യാം. പിന്നെ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ സൈഡിൽ നോട്ട് ചെയ്യാതെ പോയ മറ്റൊരു സ്കൾപ്ചറാണ് രാം കിൻഘാർ ബൈജിൻ്റെ തന്നെയാണ് ട്രഷർ. മനോഹരമായ ഒരു ചട്ടി പോലെ ഒന്ന് കാണാം. ഭാഗത്തൊരു പൂന്തോട്ടം ഇപ്പോൾ കാണുന്നുണ്ട് ഈ കോമ്പൗണ്ടിനകത്ത്.
ധാരാളം ആൾക്കാർ കാണാനായിട്ട് സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഞായറാഴ്ചയാണ്, ഈ മ്യൂസിയം ഓപ്പണാണ്. മനോഹരമായ ഇരിപ്പിടം. ഇതാദ്യം കണ്ട ആ വലിയ വീടിൻ്റെ തന്നെ മുൻപിലുള്ള ഒരു ഏരിയയാണ്. ഓരോരോ വള്ളിക്കുള്ളി പോലെ ചെറിയ ചെടികളുടെ പ്രത്യേക അറേഞ്ച്മെൻറ്റാണ്. കാണാൻ രസമുള്ളതാണ്. ഇരിപ്പിടം ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ വെച്ചിട്ടുള്ള, പക്ഷേ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ. നടക്കുമ്പോഴും ഈ സന്താളി ഫാമിലിയുടെ സ്കൾപ്ചറിനടുത്ത് അവിടെ നിറയെ തെച്ചിപ്പൂക്കൾ കാണാം. അതേപോലെ വാഴ, ഇങ്ങനെയുള്ള വളരെ വെജിറ്റേഷനുള്ള ഒരു ഏരിയയുമാണ്. आपका फोटो खींचो. ഇതാണ് സോനാഝുരിയിലെ സോനാഝുരി ഹട്ട് എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലുള്ള ശാന്തിനികേതനടുത്തുള്ള ഒരു സാറ്റർഡേ മാർക്കറ്റാണത്. അവിടെ ബൗൾ മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട്. പലരും അവരത് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ले रही हो रखो तो सोनाझुरी हट Saturday shopping market. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് അപ്പ, ബംഗാളിലെ ഒരു സ്ട്രീറ്റിലുള്ള കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് ഇത് കാണുന്നത്. ചെറിയൊരു മൺപാടം, നെല്ലിൻ്റെ പാടം. ഇത് ശാന്തിനികേതനിൽ നിന്നുള്ള കുറച്ച് അടുത്ത് തന്നെയുള്ളൊരു പ്രദേശമാണ്. ഈ
സോൻച സാറ്റർഡേ സൺഡേ മാർക്കറ്റ് നടത്തുന്നു. സോൻചാഹരി ഹട്ടിൻ്റെ പരിസരത്ത് തന്നെ. നമ്പ്യാർ വട്ടവും കാണുന്നുണ്ട് ഇവിടെ. അവിടെ അടുത്ത് തന്നെയുള്ളൊരു വില്ലേജിലെ ഒരു കാളിപൂജയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചില പ്രോഗ്രാമാണിത്. അടുത്ത യാത്രയുമായി ഉടനെ വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.